ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചു. ഷിംലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ കുടുങ്ങി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയെ തുടർന്ന് ഡെറാഡൂൺ ഹരിദ്വാർ ദേശീയപാതയിലെ പാലം തകർന്നു. ജമ്മു കാശ്മീരിലെ രജൌരിയിലെ മണ്ണിടിച്ചിലുണ്ടായി. വിനിത വിജി വിവരങ്ങൾ വച്ചിരുന്നു. വിനിത, വലിയ പ്രകൃതിക്ഷോഭങ്ങളാണോ? തീർച്ചയായും ഹാഷ്മി, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുൻപായി ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ പ്രളയ സമാനമായ സാഹചര്യം ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ അടുത്തിടെ മഴയൊന്ന് മാറിയത് വലിയ ആശ്വാസമായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ വിവിധ മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി വീണ്ടും ഹിമാചലിലും അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലും ഒക്കെ അതിശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചിലും ഒപ്പം തന്നെ നദികൾ കരകവിഞ്ഞൊഴുകുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. രാവിലെ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ പിന്നാലെ ഹിമാചലിൽ ഇതാ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. 2 ഇടങ്ങളിലായാണ് ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കുളുവിലും അതോടൊപ്പം തന്നെ മാണ്ഡിയിലുമാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഈ മാണ്ഡിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അവിടെ 2 പേർ കുടുങ്ങിക്കിടക്കുന്നതായുണ്ട്. അവർക്കായിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുവെന്നും അറിയാൻ കഴിയുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ആ മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇത് കൂടാതെ കുളുവിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 12ഓളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ചില വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ തന്നെ വീണിട്ടുള്ളത്. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഏറെ നേരമായി ആ റോഡിൽ, ആ കുളുവിലേക്കുള്ള ആ റോഡിൽ വാഹന ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. വാഹനങ്ങൾ മണിക്കൂറുകളോളമായി അവിടെ നിരത്തുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഉത്തരാഖണ്ഡിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. ഈ ഡെറാഡൂൺ ഹരിദ്വാറിലെ ദേശീയപാതയിലെ പാലം തകർന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ അത് കാണുമ്പോൾ ഒരു വലിയ നദിയാണോ എന്നൊക്കെ പോലും നമുക്ക് സംശയം തോന്നുന്ന തരത്തിൽ ആ പാലം തകർന്ന് ആ റോഡിന് മുകളിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് പതിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയൊരു ഗർത്തം ആ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ആ റോഡ് ഏതാണ്ട് പൂർണ്ണമായും തകർന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഒപ്പം നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഉത്തരാഖണ്ഡിലെ ചന്ദ്രഭാഗ നദി കരകവിഞ്ഞൊഴുകുന്നു. ഈ നദിയുടെ നടുഭാഗത്ത് കുടുങ്ങിപ്പോയ 3 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നുണ്ട്. SDRF സംഘമാണ് ഇവരെ രക്ഷപ്പെടുത്തുന്നത്. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൃശ്യങ്ങൾ അവർ തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിതമായിട്ടുള്ള മേഖലകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിനോദസഞ്ചാരികളൊക്കെ ആ മേഖലകളിൽ ഉണ്ടെങ്കിൽ അവർ വളരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഈ ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ ഇരുവരും ചോദിച്ചറിഞ്ഞു മുഖ്യമന്ത്രിയോട്. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഈ മേഖലയിലൊക്കെ ഒരു പൊതുപ്രശ്നം എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായ ടെറൈനാണ്. രക്ഷാപ്രവർത്തനമൊക്കെ അസാധ്യമാക്കുന്ന രീതിയിലുള്ള പല ദുർഘട സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പ്രകൃതി കൂടി മോശമായി കഴിഞ്ഞാൽ രക്ഷാദൗത്യം ഈ മേഖലകളിൽ പുരോഗമിക്കുന്നത് എങ്ങനെയാണ് വിനിത? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ തുടരുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തംസ, ചന്ദ്രഭാഗ ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഈ മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചെറിയ പ്രദേശങ്ങളായിരിക്കും. ഈ വഴിയൊക്കെ തന്നെ ഒരുപക്ഷെ അത്രയും സുഖകരമായി നമുക്ക് പോയി വരാൻ കഴിയുന്ന മേഖലകളല്ല. അതുകൊണ്ട് തന്നെ ഈ SDRF സംഘത്തിനടക്കം ഈ പ്രശ്നബാധിത മേഖലകളിലേക്ക് എത്തുന്നതിന് പോലും വലിയ പ്രതിസന്ധി പല മേഖലകളിലുമൊക്കെ ഉണ്ട്. ദരാലിയിലൊക്കെ സമാനമായിട്ടുള്ള മേഘവിസ്ഫോടനം ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഭരണ സംവിധാനം ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും രക്ഷാദൗത്യങ്ങളും പുരോഗമിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു. കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അവർ ഇരുവരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെ ഈ രക്ഷാസേന ആ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഹിമാചലിലെ മാണ്ടിയിൽ 3 പേരാണ് മരിച്ചത്. വലിയ മണ്ണിടിച്ചിലാണ്. രജൌരിയിൽ അടക്കം മണ്ണിടിച്ചിലുണ്ടായി. ഹരിദ്വാർ ഡെറാഡൂൺ ദേശീയപാതയിലെ പാലം തകർന്നു. അങ്ങനെ മൊത്തത്തിൽ ആ മേഖലയിൽ പല മേഖലകളിൽ വലിയ പ്രകൃതിക്ഷോഭവും മണ്ണിടിച്ചിലും മരണങ്ങളൊക്കെ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.